മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലും ജനജീവിതം താറുമാറാക്കി കനത്ത മഴ. 2 ദിവസത്തെ തോരാത്ത പെയ്ത മഴയിൽ മുംബൈ നഗരം വെള്ളത്തിൽ മുങ്ങി. 7 പേർക്ക് ജീവൻ നഷ്ടമായി. മഹാരാഷ്ട്രയിലെ 16 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഹിമാചൽ പ്രദേശിലെ ലാഗ് താഴ്വരയിൽ വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായി. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ റോഡുകളിലും പാലങ്ങളുമൊക്കെ തകർന്നു. അതിശക്തമായ മഴ തോരാതെ പെയ്തതോടെ 2 ദിവസം കൊണ്ട് ഇന്ത്യയുടെ വ്യവസായ നഗരം വെള്ളത്തിൽ മുങ്ങി. മുംബൈയിലെ നഗരപ്രദേശത്തും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടു. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുംബൈ സർവകലാശാല ചൊവ്വാഴ്ച നടത്താനിരുന്ന 32 പരീക്ഷകൾ ഓഗസ്റ്റ് 23 മാറ്റി. ചെമ്പൂർ, ദാദർ തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മുംബൈ വിമാനത്താവളത്തിലെ വിമാന സർവീസുകളും വൈകി. ശക്തമായ മഴയിൽ റോഡ് ഗതാഗതവും സ്തംഭിച്ചു. ജീവനക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് എത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് മുംബൈയിൽ നിന്ന് ആരംഭിക്കുന്ന വിമാന സർവീസുകൾക്ക് കാലതാമസം നേരിട്ടു. സർവീസുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാൻ ഇൻഡിഗോ വിമാനം നിർദ്ദേശം നൽകി. ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നളസുപാര ഈസ്റ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. മിഥി നദി കരകവിഞ്ഞൊഴുകുകയാണ്. ദാദർ, ട്രോംബെ, മഹാരാഷ്ട്ര സബ്വേ, ആൻറ്റോപ്പ് ഹിൽ, MGR ചൗക്ക്, കനേഗർ നഗർ, സർദാർ നഗർ, പ്രതീക്ഷ നഗർ എന്നിവിടങ്ങളിലെല്ലാം ഗതാഗതം സ്തംഭിച്ചു. അന്ധേരി സബ്വേയും അടച്ചു. പൊയ്സർ സബ്വേ വെള്ളത്തിനടിയിലായി. പൻവേലിലെ അടൽ സേതു ഹൈവേയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. യവത്മാൽ, ബീഡ്, നാൻദഡ് എന്നിവിടങ്ങളിലെ 4 ലക്ഷം ഹെക്ടർ കൃഷിയാണ് കനത്ത മഴയിൽ നശിച്ചത്. കൊങ്കണിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ വിദർഭയിലെ അകോള, അമരാവതി, ബുൽധാന, യവത്മാൽ, ചന്ദ്രപൂർ, ഗഡ്ചിരോളി, ചന്ദ്രപൂർ, നാഗ്പൂർ, വാഷിം ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കാൻ ജനങ്ങളും NDRFും സൈന്യവും പോലീസും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് മുംബൈയിൽ. ഇതിനിടെ ഹിമാചൽ പ്രദേശിൽ വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായി. കുളുവിലെ ലാഗ് താഴ്വരയിൽ 1.5 മാസത്തിനിടെ ഉണ്ടാകുന്ന 2ാമത്തെ മേഘവിസ്ഫോടനമാണ് ഇത്. ഹിമാചലിൽ 2 ദേശീയപാതകൾ ഉൾപ്പെടെ 400 റോഡുകൾ അടച്ചു. ജൂൺ 20-നും ഓഗസ്റ്റ് 19-നും ഇടയിൽ ഹിമാചലിൽ പേമാരിയിലും മണ്ണിടിച്ചിലുമായി 263 പേരുടെ ജീവനാണ് നഷ്ടമായത്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ കണക്കുകൾ കൂടി പുറത്തു വന്നാൽ സ്ഥിതി കൂടുതൽ ഭയാനകമായിരിക്കും. യമുന കരകവിഞ്ഞതോടെ ഡൽഹിയും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തിങ്കളാഴ്ച മുതൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനമുണ്ടായ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇന്നും തുടരുകയാണ്. ദുരന്തത്തിൽ 80-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇനിയും നിരവധി പേരെ കണ്ടെത്തേണ്ടതുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.